ഒത്തിരി മക്കളുടെ മെസ്സേജ് വരാറുണ്ട്. അതായത് മിസ് ഞാൻ ഈ ഇയറും കൂടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് പല ആൾക്കാരും, ചിലപ്പോൾ നാട്ടുകാരുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു വർഷം വേസ്റ്റ് ആക്കിയില്ലേ, ഇനി ഒരു വർഷം കൂടെ പഠിക്കണോ, അല്ലെങ്കിൽ ചില ആൾക്കാരുടേത് അങ്ങനെയല്ല പറയുക, നിന്നെക്കൊണ്ടും ഇത് പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ ഒരു നീറ്റ് എക്സാമും, ഡോക്ടർ ആവാന്നൊക്കെ പറഞ്ഞാൽ നിന്നെക്കൊണ്ട് പറ്റുമോ, അങ്ങനെ പല ആൾക്കാരുടെ ക്വസ്റ്റ്യൻസും പല ആൾക്കാരുടെ നമ്മളിങ്ങനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതായത് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള പറയുന്ന ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പം നിങ്ങളെടുക്കുന്ന ഈ ഡിസിഷൻ എന്താണ്, നിങ്ങളൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലേ? അത് ബാക്കിയുള്ളവർ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തുകൊണ്ടാണോ റിപ്പീറ്റ് ചെയ്യാൻ ചിന്തിച്ചത്, അതിനൊരു സോളിഡ് റീസൺ ഉണ്ടാവും, അല്ലേ? അപ്പോൾ നിങ്ങളെടുത്ത ഡിസിഷൻ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പം നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നീറ്റ് കിട്ടുക എന്നുള്ളതല്ല. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ്, ഒരു സെക്കൻഡ് ചാൻസ് എടുക്കുകയാണ്, അല്ലേ? ആ സെക്കൻഡ് ചാൻസ് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനും ക്രാക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് സൈഡ് വേണം, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ? ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, എനിക്ക് വേണം എന്നാണ്, നിങ്ങൾ ആ രീതിക്ക് കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകണം. ഇനി അതല്ല, എനിക്കിത് വേണ്ട, എനിക്കിത് ശരിയാവില്ല എന്നാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ നോക്കണം. ഓക്കെ, അല്ലാതെ നമ്മൾക്കിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ നിന്ന് പോകരുത്. റെഡി? ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ഈ നീറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. കംപ്ലീറ്റ് +1 +2 നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടാവാം. ചിലപ്പം ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിൽ എന്താണ്, ഒരു അനാവശ്യമായിട്ടുള്ളൊരു കോൺഫിഡൻസ് വരും, അല്ലേ? ഓ, ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാതെ ആകും, നമ്മൾ പ്രോപ്പറായിട്ട് സ്കെഡ്യൂൾ പ്ലാൻ ചെയ്യാതെ ആകും, നമ്മൾ പ്ലാനിങ്ങിലൂടെ അല്ലാതെ ആകും. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മളെ വളരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ മൈൻഡിൽ ഈ വേണ്ടാത്ത ചിന്തകൾ കൂടി ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടും നമുക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ചില ആൾക്കാരെ കാണുന്നുണ്ടാകും, അവർ ഒരു തവണ എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാകും, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാകും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവർ പ്രോപ്പറായിട്ട് അവർക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, ഓക്കെ, അവരെവിടെയാണ് പാളിപ്പോയത് എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടാകും. അവരൊരിക്കലും ഇതെനിക്ക് കംപ്ലീറ്റ് അറിയാം, ഇത് ഞാൻ കംപ്ലീറ്റ് പഠിച്ചതാണ് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിലായിരിക്കില്ല പോകുന്നത്. അവർ സ്റ്റാർട്ട് ചെയ്യും, ഒരു പുതിയൊരു കുട്ടി എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കും എവിടേക്കാണ് തെറ്റ് പറ്റിയത്. ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ മിസ്റ്റേക്സ് തിരുത്തി പോയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിഷൻ എടുത്തിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി തന്നെ മുന്നോട്ട് പോവാം. കാരണം നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള മെജോറിറ്റി ആൾക്കാരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, മെജോറിറ്റി എന്ന് തന്നെ ഞാൻ പറയും, പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ കയറി കഴിഞ്ഞിട്ടുള്ള മെജോറിറ്റി ആൾക്കാരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരെല്ലാവരും റിപ്പീറ്റേഴ്സ് ആയിരിക്കും. എല്ലാവരും എന്നല്ല, മെജോറിറ്റി ഉള്ള എല്ലാവരും തന്നെ എന്തായിരിക്കും, റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല അങ്ങനെയുള്ളൊരു സംഭവമല്ല, കിട്ടും. പക്ഷേ അത് നമ്മൾ എന്തായിരിക്കണം, നമുക്ക് പ്രീവിയസ്ലി നമ്മൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. റെഡി? പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, നമ്മൾ അവരുടെ വാക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കാനോ അല്ല പോകേണ്ടത്. പകരം നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടാവണം. അതായത് എന്നെക്കുറിച്ച് പല ആൾക്കാരും പലതും ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയും സമയമുണ്ട്, ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. അത് ചെയ്യേണ്ടത് നിങ്ങൾ പണ്ടത്തെ രീതിയിൽ പഠിച്ച അതേ രീതിയിലായിരിക്കരുത്, അതിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം. നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. നിങ്ങൾ ടെസ്റ്റുകൾ എടുത്തതിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ അത് ചെയ്യണം. നിങ്ങൾ NCERT കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഓക്കെ, ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവണം, പ്രോപ്പറായിട്ട് അത് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ, ഈ കളിയാക്കിയവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് മറുപടി നിങ്ങൾ അടുത്ത വർഷം നീറ്റ് എക്സാം എഴുതിയാൽ കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളവരെല്ലാവരും
ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങും. ഓൾ ദി ബെസ്റ്റ്.